ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഒരുമിച്ച് ദൈവസന്നദ്ധയിൽ വചന പഠനത്തിനായിട്ട് കൂടി വന്ന് നമ്മൾ ഒരുമിച്ച് വിഷയം പഠിച്ചു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 9-ാം അധ്യായം ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം വിശ്വാസികളായിരിക്കും നമ്മൾക്ക് എല്ലാവർക്കും വളരെ പരിചിതം. നാം ഏറ്റവും കൂടുതൽ വായിക്കുന്നതും പഠിക്കുന്നതുമായിരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. അത് പഠിക്കുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ച നമുക്ക് ആ വിഷയത്തിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് കുരുടനായ മനുഷ്യന് കർത്താവ് കാഴ്ച കൊടുക്കുന്നതാണ്. യോഹന്നാൻ ഈ വിഷയം എഴുതി വരുമ്പോൾ അതിനകത്ത് കൊടുക്കുന്ന ഊന്നൽ യേശു കർത്താവിന്റെ ദൈവത്വം എന്നുള്ള വിഷയം താൻ എഴുതി വരുമ്പോൾ അത് കൃത്യമായിട്ട് താൻ അത് ഉയർത്തി കാണിക്കുന്നു. അതിനെതിരെ ഉയർത്തപ്പെടുന്ന ആരോപണങ്ങളും അതിനോടുള്ള ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം, കർത്താവ് അതിനെ എങ്ങനെ പ്രതിരോധിക്കുന്നു എന്നുള്ള വിഷയവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ പ്രമേയം എന്ന് പറയുന്നത് ആത്മീക അന്ധതയും ആത്മീക കാഴ്ചയും അല്ലെ കാഴ്ചപ്പാട്. നമ്മളൊരു അന്ധന് കർത്താവ് സൗഖ്യം കൊടുക്കുന്ന അടയാളത്തിൽ തുടങ്ങി ആദ്യം അവസാനിക്കുമ്പോൾ ആ അന്ധന് ലഭിക്കുന്ന ആത്മീക പ്രകാശനം അല്ലെ ആത്മീക ഉൾക്കാഴ്ചയാണ് അവിടെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നത് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഈ അധ്യായത്തെ 3 സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുവാനായിട്ട് സാധിക്കും. രോഗത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലെ രോഗത്തിന്റെ കഷ്ടതയുടെ ഒക്കെ കാരണവും അതിലുള്ള ദൈവിക ഉദ്ദേശവും, അതാണ് ആദ്യത്തെ സെക്ഷൻ. അതിനെക്കുറിച്ച് വിശാലമായി ലേഖനങ്ങളിലൊക്കെ വിശാലമായ എഴുത്തുകളുണ്ട്. എന്നാൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുകൊണ്ട് ആ വിഷയത്തിലൂടെ കവർ ചെയ്ത് മുന്നോട്ട് പോകും. രോഗത്തിന്റെ കാരണവും അതിന് പിന്നിലെ ദൈവിക ഉദ്ദേശവും 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിലാണ് ആ വിഷയം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രണ്ടാമത്തെ വിഷയം ദൈവിക പ്രവൃത്തിയോടുള്ള അവിശ്വാസിയുടെ കാഴ്ചപ്പാട് അല്ല, ദൈവിക പ്രവൃത്തി സംബന്ധിച്ച് അവിശ്വാസികളുടെ കാഴ്ചപ്പാട്. 8-ാം വാക്യം മുതൽ 34-ാം വാക്യം വരെ ആ വിഷയം നമ്മൾ കാണുന്നു. നമ്മൾ അതിലേക്ക് വിശദമായിട്ട് കടന്നു വരും. അപ്പോൾ നമ്മൾ പോയിന്റ് ആയിട്ട് ആ വിഷയം പറയുന്നു. മൂന്നാമതായിട്ട് ആത്മീക കാഴ്ചയും ആത്മീക അന്ധതയും അതെന്താണെന്ന് കൃത്യമായിട്ട് കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്നു. 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ കർത്താവ് യെരുശലേം ദേവാലയത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ വഴിയിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യോഹന്നാൻ അതൊരു സ്റ്റോറി പോലെ, ഒരു കഥ പോലെ പറഞ്ഞു വരികയാണ്. തുടക്കത്തിൽ ഒരു കഥയാണെങ്കിലും ആ വിഷയത്തിലേക്ക് കയറി വരുമ്പോൾ യോഹന്നാൻ അതിൻ്റെ പ്രാധാന്യം വായനക്കാരെ എത്രമാത്രം ഉൾക്കൊള്ളണം എന്നുള്ള നിലയിൽ വളരെ അതിലെ പ്രധാന പോയിന്റുകളെല്ലാം വളരെ സ്പെസിഫിക് ആയിട്ട് യോഹന്നാൻ പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കടന്നു പോകുന്ന സമയത്ത് ഈ കുരുടനായിരിക്കുന്ന മനുഷ്യൻ റോഡരികിലിരുന്ന് വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ച ചോദ്യമാണ് ഇതിലെ 2-ാം വാക്യത്തിൽ എടുത്തു കാണിക്കുന്ന വിഷയം. ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്, അല്ലെ ഇവന്റെ പിതാക്കന്മാർ പാപം ചെയ്തുവോ എന്ന് ചോദിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ വിഷയം തന്നെ, അതായത് യഹൂദ കൾച്ചർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം. നമ്മൾ ഈ പുസ്തകം പഠിച്ചു പോകുമ്പോൾ ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ പരീശന്മാരും സദൂക്യരും യേശു കർത്താവുമാണ്. അപ്പസ്തോലന്മാരുണ്ട്. എന്നാൽ ഈ നമ്മൾ കടന്നു വന്ന വേദഭാഗങ്ങളിലെല്ലാം പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പരീശന്മാരും യേശു കർത്താവ്, ഇവരെല്ലാവരും യഹൂദരാണ് എന്നുള്ള വിഷയം നമ്മൾ കുറിക്കൊള്ളണം. അപ്പോൾ ഇവർ പറയുന്ന വാക്കുകൾക്ക് യഹൂദ പശ്ചാത്തലവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ ശിഷ്യന്മാര് 2-ാം വാക്യത്തിൽ ചോദിക്കുന്ന വിഷയം, ഇവൻ കുരുടനായി ജനിക്കുവാനായിട്ടുള്ള കാരണം ആരാണ്, അല്ലെങ്കിൽ ആര് പാപം ചെയ്തതുകൊണ്ടാണ് ഇവൻ കുരുടനായത്? അപ്പോൾ യഹൂദ കൺസെപ്റ്റിൽ, യഹൂദ കൾച്ചറിൽ, അല്ലെ യഹൂദന്മാരുടെ ഇടയിൽ ഹാൻഡിക്യാപ്പായിട്ട് ആളുകൾ ജനിക്കുന്നതിനുള്ള കാരണം മുടന്തന്മാര്, കുരുടന്മാര്, അങ്ങനെ ചെകിടന്മാര്, അംഗഹീന വന്നവര്, ഇങ്ങനെയുള്ളവരൊക്കെ ജനിക്കുന്നത് അവരുടെ മാതാപിതാക്കൾ മാതാവോ പിതാവോ പാപം ചെയ്തിട്ടാണ് എന്നൊരു ചിന്ത അവരിലുണ്ട്. അല്ലെങ്കിൽ പാപം നിമിത്തമാണ് ഇങ്ങനെ അംഗവിഹീനത അല്ലെങ്കിൽ ന്യൂനതകൾ, ശാരീരിക ന്യൂനതകൾ ഉണ്ടാകുന്നു എന്നൊരു ചിന്തയുണ്ട്. അത് പരീശന്മാരുടെ സദുക്യരുടെയും ഇപ്പോഴത്തെ ഒരു വിഷയമല്ല, പുരാതന കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കുമ്പോൾ, ബിബ്ലിക്കലി നമ്മൾ ആ വിഷയം പഠിക്കുമ്പോൾ
ആദാം പാപം ചെയ്തത് മുതലാണ് ആദാമിനെ ദൈവം പൂർണ്ണതയുള്ളവനായി, തികവുള്ളവനായി, ഒരു ന്യൂനതയും ഇല്ലാത്ത വ്യക്തിയായിട്ടാണ് സൃഷ്ടിച്ചത്. ആ ന്യൂനതകൾ മനുഷ്യരിൽ കടന്നു വന്നത് ആദാം പാപം ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ പാപത്തിന്റെ ഫലം തന്നെയാണ് ഈ പരിമിതികൾ, ന്യൂനതകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ യഹൂദന്മാർ പറയുന്ന വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം, ഇവന്റെ അപ്പനും അമ്മയും പാപം ചെയ്തിട്ടാണോ ഇവൻ ഇങ്ങനെ കുരുടനായത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവരുടെ ഇടയിൽ ഉണ്ട് എന്ന് 34-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം. ഈ കുരുടനോട് അന്ധനായി, ഇപ്പോൾ അദ്ദേഹം കുരുടനല്ല, ഇപ്പോൾ കാഴ്ചയുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് പരീശന്മാര് ചോദിക്കുന്ന വിഷയം, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ. അങ്ങനെ പറയാൻ കാരണം എന്താ? അവനിപ്പോൾ കാഴ്ചയുണ്ട്, പക്ഷേ അവനെക്കുറിച്ച് അവരങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ഇവൻ ഈ കാലം വരെയും അന്ധനായിരുന്നു, അതുകൊണ്ട് നീ പാവി ആയതുകൊണ്ടാണ് അന്ധനായിരുന്നു, അതുകൊണ്ട് നീ ഞങ്ങളെ ഉപദേശിക്കാനായിട്ട് വരണ്ട. അപ്പോൾ ഇത് പൊതുവായ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇന്ന് ലോക മനുഷ്യരുടെ ചിലരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അവന്റെ തെറ്റുകൊണ്ടാണ് അവൻ വിഹീനത അല്ലെങ്കിൽ ന്യൂനതകൾ, ശാരീരിക ന്യൂനതകൾ വരുന്നത് എന്നൊരു ചിന്തയുണ്ട്. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പുതിയ നിയമവിശ്വാസികളായിരിക്കും നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ ദൈവം അനുവദിക്കുന്നു, ചില ജീവിതത്തിൽ ദൈവത്തിന് അതിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ ആ വിഷയമാണ് ഇവിടെ യോഹന്നാൻ ആദ്യമായിട്ട് പറയുന്നത്. കർത്താവിനോട് ശിഷ്യന്മാർ ആ വാക്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്, അവന്റെ അമ്മയപ്പന്മാർ ആരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവങ്കിൽ വെളിപ്പെടുവാനത്രേ. അപ്പോൾ ഈ അന്ധന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇവൻ അന്ധനായി ജനിച്ചത് യേശു കർത്താവിന്റെ ദൈവത്വം അവന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തുവാനായിട്ടുള്ള ദൈവിക പദ്ധതി പ്രകാരമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. അപ്പൊ ഇതിനകത്ത് വളരെ പ്രായോഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് തലങ്ങളിൽ, ശാരീരിക അന്ധതയും ആത്മീക അന്ധതയും, ഈ രണ്ട് വിഷയങ്ങളെയും കൂട്ടിയിണക്കിയാണ് യോഹന്നാൻ ഈ വിഷയം മുന്നോട്ട് എഴുതിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും വളരെ പ്രായോഗികമായി ചിന്തിക്കേണ്ട അനേക ഗുണപാഠങ്ങൾ നമുക്കിതിനകത്ത് കാണുവാനായിട്ട് സാധിക്കും. കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 4:17 വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നൊടി നേരത്തേക്കുള്ള കഷ്ടത അത്യന്തം അനവധിയായ മഹത്വത്തിന്, തേജസ്സിന് മുഖാന്തരമായി തീരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് ദൈവാത്മാവിൽ, 2 കൊരിന്ത്യർ 4:17. അപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അന്ധത, ഇത്രയും കാലം താൻ അന്ധനായിട്ട് ഭിക്ഷ യാചിച്ച് തെരുവിലിരുന്ന ഒരു മനുഷ്യനാണ്. എന്നാൽ കർത്താവ് അവന്റെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തിന്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് കർത്താവിന് മഹത്വം ഉണ്ടാകുക എന്നുള്ള വിഷയമാണ്. അപ്പൊ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരുന്ന കഷ്ടതകള്, പ്രയാസങ്ങള്, രോഗങ്ങള്, ദുഃഖങ്ങള്, ഇതൊക്കെ ആത്യന്തികമായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ വരുമ്പോൾ മരണകരമായ പാപവും മരണത്തിനല്ലാത്ത പാപവും ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം ഉള്ളിൽ, അതായത് യഹൂദന്മാരുടെ ഉള്ളിൽ, അവർക്ക് ന്യായപ്രമാണം ലഭിച്ചവരാണ്. അവരോട് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യം ഞാൻ നിങ്ങളുടെ തലമുറകളോട് ചോദിക്കും എന്ന് പറയുന്ന ഒരു പശ്ചാത്തലം നമ്മൾ വായിക്കുന്നു. അപ്പൊ ന്യായപ്രമാണ കാലത്ത് തലമുറകളോട് ലംഘനം കണക്കിടുന്ന ഒരു പ്രവൃത്തി, ദൈവിക പ്രവൃത്തി, നീതിയുടെ പ്രവൃത്തി നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ കൃപായുഗത്തിൽ വരുമ്പോൾ അങ്ങനെ നമുക്ക് കാണുന്നില്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വിഷയത്തെ എടുത്തു വെച്ച് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കർത്താവ് ഈ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യമായിട്ട് ഈ കാഴ്ചയുടെ അല്ലെങ്കിൽ രക്ഷയുടെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ആദ്യം 3 ഔട്ട്ലൈൻ ആയിട്ട് പറഞ്ഞു. എന്നാൽ നമ്മൾ അതിനെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ രക്ഷയുടെ ആവശ്യകത, രക്ഷ സംബന്ധിച്ച ഉൾക്കാഴ്ചയുടെ ആവശ്യകതയാണ് ഇവിടെ പ്രത്യേകമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നത്. ഞാൻ ആത്മീക ഉൾക്കാഴ്ച ആത്മീക കാഴ്ചപ്പാടിന്റെ ആവശ്യകത. അപ്പോൾ കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷ രംഗത്ത് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവ് കാണാതെ പോയതിനെ തേടിയാണ് വരുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട്, ഞാൻ കാണാതെ പോയതിനെ തേടി വന്നു, ലൂക്കോസ് 19:10. അപ്പോൾ ഇവിടെ രക്ഷയുടെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ മത്തായി സുവിശേഷത്തിൽ കുരുടനെ കുറിച്ച് വായിക്കുമ്പോൾ അന്ധനായിരിക്കുന്ന മനുഷ്യൻ യേശു പോകുന്നത് കേട്ടിട്ട് ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിൽ, ഈ ഒരു അടയാളം നടക്കുന്ന സമയത്ത് ഈ കള്ളന്റെ സൈഡിൽ നിന്ന് അങ്ങനെ യാതൊരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. അപ്പോൾ കാണാതെ പോയതിന്റെ അടുക്കിലേക്ക് തിരഞ്ഞു ചെന്നു എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ ആശയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ടാണ് ഈ സന്ദർഭം നിൽക്കുന്നത്. കർത്താവ് കടന്നു പോകുന്നു, യേശു അതിലെ പോകുന്നു,
എന്നുള്ള വിഷയം ഇവനറിയാം. പക്ഷെ ഇവൻ അവിടെ നിന്ന് ഭിക്ഷയായി, ഇവൻ അതിൽ അപ്പുറത്തേക്ക് ഇവൻ ഈ വിഷയങ്ങൾ ചിന്തിക്കുന്നില്ല. എന്നാൽ യേശു അവന്റെ അടുക്കൽ ചെന്നിട്ട് അവനോട് സംസാരിക്കുന്ന വിഷയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ശാരീരികമായി അന്ധതയിലിരിക്കുന്ന മനുഷ്യന് ആത്മീകമായിരിക്കുന്ന അന്ധതയും ഉണ്ട് എന്നുള്ള വിഷയം കർത്താവ് ഇവിടെ കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ വിശദീകരണമാണ് യോഹന്നാൻ മുമ്പോട്ട് നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അന്ധത കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവൻ അന്ധനായി ജനിച്ചത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. അപ്പോൾ അതാണ് ഇതിനകത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കുറിക്കൊള്ളുവാനായിട്ട് ആവശ്യമുള്ള വിഷയം, അല്ലെങ്കിൽ രക്ഷയ്ക്ക് മുഖാന്തരമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന അനേക തലങ്ങളുണ്ട്. ചിലര് കടബാധ്യതയിലായിരിക്കും, ചിലര് രോഗത്തിലായിരിക്കും, ചിലര് അംഗവിഹീനതയിലായിരിക്കും, ചിലര് വളരെ മാനസിക സംഘർഷത്തിലായിരിക്കും. ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് നയിക്കുവാൻ മുഖാന്തരമാകുന്ന കാരണങ്ങൾ പലതാണ്. ഇത് പ്രിലിമിനറി പ്ലാറ്റ്ഫോം എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ട് രക്ഷയിലേക്ക് ചുവട് വയ്ക്കുവാനായിട്ട് ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഘടകങ്ങളായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ളവർ കർത്താവിന് വിട്ടുപോകുന്ന രംഗവുമുണ്ട് എന്നുള്ളതായിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ദൈവത്തെങ്കിലേക്ക് നോക്കുന്നത് പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോഴാണ്. അത് സ്വാഭാവികമായിരിക്കുന്നത്. അത് ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യനായാലും എല്ലാം ഓക്കെ ആണെങ്കിൽ അവന് ദൈവത്തിന്റെ ആവശ്യമില്ല. അപ്പം കുറവുകൾ വരുമ്പോഴാണ് അവന് ദൈവ അവബോധം ഉണ്ടാകുന്നത്. കർത്താവ് സൗഖ്യം കൊടുക്കുന്ന അനേക സന്ദർഭങ്ങൾ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നാൽ ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. ഇവിടെ ഈ അന്ധന്റെ അടുക്കൽ വന്നിട്ട് കർത്താവ് അവനോട് പറയുകയാണ്, നിനക്ക് കാഴ്ച എന്ത് ചെയ്യണം? അവൻ അതിന് കാരണം 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൽ പറഞ്ഞ അതേ വിഷയം തന്നെ മുന്നോട്ട് പറഞ്ഞു വരിക. ഇതിനകത്തെല്ലാം വില്ലന്മാരായിട്ട് പരീശന്മാരും സദൂക്യരും ഇരിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് 2 അധ്യായത്തിൽ 2 പ്രയോഗമുണ്ട്. നമ്മൾ 8-ാം അധ്യായത്തിൽ കണ്ടു, നിന്റെ ഉപദേശമൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാണ്. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിന്റെ 28-ാം വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, 27-ല് ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. അപ്പൊ അബ്രഹാമിന്റെ മക്കളാണ്, ഞങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണ്. ഇവർ ഈ മതപരമായിരിക്കുന്ന വിഷയങ്ങളിൽ അവരുടെ മതപരമായ പാരമ്പര്യത്തിൽ ആവശ്യത്തിലധികം ഊന്നൽ കൊടുത്ത് ആചാരങ്ങളുടെ പിന്നാലെ പോയി ഹൃദയത്തിൽ ആത്മീക അന്ധത ബാധിച്ചവരായിട്ട് നിൽക്കുന്നു. അപ്പോൾ യോഹന്നാൻ ഈ വിഷയം രേഖപ്പെടുത്തി വരുമ്പോൾ ദൈവാത്മാവ് യോഹന്നാനിൽ ഉദ്ദേശിക്കുന്ന വിഷയം മനുഷ്യന്റെ ആത്മീക അന്ധകാരം അത് എത്ര ആഴമാണ് എന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ കർത്താവ് താഴോട്ട് വന്നു, അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേർ അവന്റെ കണ്ണിന്മേൽ പൂശി, നീ ചെന്ന് ശീലോഹാം കുളത്തിൽ കഴുകുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് കർത്താവ് നിലത്ത് തുപ്പി എന്നതിനൊന്നും വിശദീകരണമൊന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. കർത്താവിന് അങ്ങനെ ചെയ്യാനായിട്ടാണ് കർത്താവിന് തോന്നിയത്. കർത്താവ് ദൈവമായതുകൊണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ അതിനകത്തൊരു ആത്മീക സത്യമുണ്ട്. ഈ ആത്മീക അന്ധകാരത്തിൽ അകപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ഒരു ശുദ്ധീകരണം, ഒരു കഴുകപ്പെടൽ ആവശ്യമാണ്. ശീലോഹം എന്ന വാക്കിന്റെ അർത്ഥം അയക്കുക, അയക്കപ്പെട്ടത് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ പിതാവിനാൽ മനുഷ്യനെ കഴുകി ശുദ്ധീകരിക്കുവാൻ അയക്കപ്പെട്ട കർത്താവ് ഒരു ശുദ്ധീകരണ പ്രക്രിയ ഈ അന്ധന്റെ ജീവിതത്തിൽ ചെയ്യുകയാണ്. അതിന്റെ ഒരു സിംബോളിക് എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾക്ക് ഈ കഴുകപ്പെടൽ, അല്ലെങ്കിൽ ഈ ചേറ് പുരട്ടി അവനോട് പോയി കഴുകുക. അപ്പൊ കഴുകുന്നത് കർത്താവ് തന്നെയാണ് കഴുകുന്നത്. പക്ഷെ അതിന് കർത്താവ് പ്രോപ്പർ ഒരു ഡയറക്ഷൻ കൊടുക്കുക. അതിന് 2 തലമുണ്ട്. കർത്താവ് നമ്മളെ കഴുകുന്നു, കർത്താവിന്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെട്ടവരാണ്. എന്നാൽ ഈ കഴുകപ്പെടലിലേക്ക് ഒരു സമർപ്പണത്തിന്റെ, അനുസരണത്തിന്റെ ഒരു തലം ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ പാപികളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ അന്ധനോട് പറയുന്നു, നീ ശീലോഹം കുളത്തിൽ പോയി കഴുകുക എന്ന് പറയും. അന്ധനാണ്. ശീലോഹം കുളം എവിടെയാണെന്നാണ് ഏതായാലും അത് ദേശമായിട്ട് പരിചയമുള്ളത്. നമുക്കറിയാം അന്ധന്മാര് പൊതുവെ വളരെ ശ്രദ്ധയുള്ള മനുഷ്യരാണ്. അവർക്ക് കണ്ണ് കാണത്തില്ലെങ്കിലും സ്പർശന ശക്തിയും കേൾവി ശക്തിയും നമ്മുടെ 4 ഇരട്ടിയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ബ്രെയിലി ലിപി വായിക്കുന്ന അന്ധന്മാർ, അവരുടെ ടെക്സ്റ്റ് അതാണല്ലോ ബ്രെയിലി ലിപി, ഇങ്ങനെ കുത്തുകളായിട്ടുള്ള അക്ഷരങ്ങൾ. അവർ ഈ വിരൽ അതിൽ കൂടെ ഓടിക്കുമ്പോൾ ബ്രെയിലി ബൈബിളൊക്കെ വായിക്കുന്നത് കണ്ട് നമുക്ക് വളരെ നമ്മളെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഫിംഗർ പതിയെ മൂവ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓരോ വാക്കും വായിക്കുമ്പോൾ ഇത് ഇങ്ങനെയാണോ എന്ന് നമ്മൾ വണ്ടടിച്ചു പോകും. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട വിഷയം, ഈ അന്ധൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുക, ഇവന്റെ അപ്പനും അമ്മയും പാപം ചെയ്തിട്ടാണോ ഇവനിങ്ങനെ ജനിച്ചത്? ആ സമയത്ത് ആ മനുഷ്യന്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ടും കേൾവിശക്തി കൂടുതലുള്ള മനുഷ്യൻ ആ വിഷയം കേട്ടിട്ടുണ്ട്. എന്നാൽ അവന്റെ ഉള്ളിൽ ഉണ്ടായ ആ ഒരു ദുഃഖത്തിന്, ആ ഒരു പ്രശ്നത്തിന്, നമുക്കറിയാം നമ്മുടെ ഷോർട്ട് കമ്മിങ്ങിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറയുന്നത് കേട്ടാൽ നമുക്ക് ഭയങ്കര ഇൻസൾട്ടഡ് ആവും, ഹർട്ടഡ് ആകും, ഭയങ്കര ദുഃഖം ആ വിഷയത്തിലുണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അപ്പൊ പാപം എന്നുള്ള വിഷയം അവിടെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മനുഷ്യ മനസ്സാക്ഷി, നമുക്കറിയാം ദൈവവചനം അല്ലെങ്കിൽ ന്യായപ്രമാണം ലഭിക്കാത്തവർക്കും
മനസാക്ഷിയുടെ പ്രമാണം അവൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് ഇവനൊരു യഹൂദനാണ്. നമുക്ക് ഈ പശ്ചാത്തലം വെച്ച് പഠിച്ചു വരുമ്പോൾ ഇവനൊരു യഹൂദനാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവൻ ന്യായപ്രമാണം അങ്ങനെ ബ്രെയിലി ലിപി വായിച്ച, ബ്രെയിലി ഒക്കെ പിന്നീടാണ് വന്നത്, ബ്രെയിലി ലിപി ഒന്നും വായിച്ചിട്ടില്ലെങ്കിലും ഇവൻ കേട്ടിട്ടുണ്ട് ന്യായപ്രമാണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ തെറ്റുകൊണ്ടാണോ, അപ്പൊ ഇതിൽ നിന്നൊരു വിടുതലില്ലേ എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന സമയത്ത് കർത്താവ് പറയുന്നത് എന്താ, ഇവൻ അപ്പൊ അതാണ് കർത്താവിന്റെ കംഫോർട്ടിങ് മെസ്സേജ് എന്ന് പറയുന്നത്. ഇവന്റെ അപ്പനും അമ്മയോ പാപം ചെയ്തിട്ടല്ല, ഇവനിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്. ആ ഒരു വാക്ക് തന്നെ കർത്താവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇവനെ ബലപ്പെടുത്തുന്ന ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ സുവിശേഷ വേല ചെയ്യുമ്പോഴും നമ്മൾ കർത്താവിന്റെ കൃപയെക്കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കുറിക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നമ്മളൊക്കെ വിമർശനക്കാരാണ്, മനുഷ്യ സ്വഭാവമാണ്. എന്നാൽ ആ വിമർശനത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയം, ഒരിക്കലും നമ്മൾ സുവിശേഷം പറയാൻ പോകുമ്പോൾ ആ വ്യക്തിയുടെ പശ്ചാത്തലം ഒരിക്കലും ആ വ്യക്തിയെ ഹർട്ട് ചെയ്യുന്ന നിലയിൽ സംസാരിക്കാതെ. ശിഷ്യന്മാർക്ക് കർത്താവ് അതൊരു ഗുണപാഠമായിട്ട് പറഞ്ഞു കൊടുത്ത വിഷയമാണ്. അവര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, കാരണം ന്യായപ്രമാണ പ്രകാരം അങ്ങനെയാണ്. അവര് ന്യായപ്രമാണം അനുസരിച്ച് മാതാപിതാക്കന്മാരുടെ തെറ്റുകൾ മക്കൾക്ക് ന്യൂനതകളായിട്ട് വരും, ശിക്ഷയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കർത്താവ് പറയുകയാണ് അങ്ങനെയല്ല, ദൈവപ്രവൃത്തി അവനിൽ വെളിപ്പെടുവാനായിട്ടാണ് അവനിൽ ഈ ഷോർട്ട് കമ്മിങ് വന്നിരിക്കുന്നത്. ഇത് കേട്ടിരിക്കുന്ന ആ വ്യക്തി, കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ ചെളി കുഴിച്ച് തേക്കാനായിട്ട് പോകണം, നീ മുഖം കഴുകിയിട്ട് വരണം എന്ന് പറയുമ്പോൾ അവൻ അവിടെ യാതൊരു ഒബ്ജക്ഷൻ. നമുക്കറിയാം, തുപ്പലിൽ മണ്ണ് ചാലിച്ച് മുഖത്ത് തേക്ക് എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ആ വിഷയത്തെ അവൻ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഓരോ രൂപാന്തരത്തിന്റെ ആദ്യ പടികൾ ഉണ്ടാകുന്നതായിട്ട് ആ ദൈവപ്രവൃത്തി തന്നിൽ വെളിപ്പെടുവാനായിട്ട് പോകുന്നു എന്നുള്ള കർത്താവിന്റെ വാക്ക്. അതൊരു പ്രവാചകൻ ആണ് എന്നുള്ള വിഷയം പിന്നീടാണ് താൻ മനസ്സിലാക്കുന്നത്. അവിടെ പറയുന്ന വിഷയം ദൈവപ്രവൃത്തി തന്നിൽ വെളിപ്പെടും എന്നുള്ള ആ ഒരു വാക്ക് ആ പ്രവൃത്തിയുടെ മുമ്പാകെ വിധേയപ്പെടുവാനായിട്ട് ആ അന്ധന് അല്ലെങ്കിൽ കുരുടന് ഒരു മുഖാന്തരമായി ഭവിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവപ്രവൃത്തി നമ്മൾ വെളിപ്പെടേണ്ടതിന് വേണ്ടി ദൈവം പല കാര്യങ്ങളും അനുവദിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. രണ്ടാമത്തെ വിഷയം, ഈ കാഴ്ച കൊടുക്കുന്നത് ദൈവത്വത്തിന്റെ അടയാളമാണ്. അപ്പൊ നമ്മൾ യോഹന്നാൻ പറഞ്ഞു, പക്ഷേ യേശുക്രിസ്തു ദൈവപുത്രനാണ്, പരിശുദ്ധന്മാരെ നിഷേധിക്കുന്ന സത്യം അതാണ്. അപ്പോൾ ഈ കാഴ്ച കൊടുത്തു എന്നുള്ള ഈ ഒരു വിഷയത്തിൽ യോഹന്നാൻ ഊന്നൽ നൽകി സംസാരിക്കുന്നതിന് കാരണം യേശുക്രിസ്തുവിന്റെ ദൈവത്വം തെളിയിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൽ ദൈവമാണ് അല്ലെങ്കിൽ യഹോവയാണ് കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നതെന്ന് കൃത്യമായ റെഫറൻസ് ഉണ്ട്. സങ്കീർത്തനം 146:8. യഹോവ കുരുടന്മാർക്ക് കാഴ്ച നൽകുന്നു. യെശയ്യാപ്രവചനം 29:18 കർത്താവ് ഒരുക്കുന്ന രക്ഷയോടുള്ള ബന്ധത്തിൽ കുരുടന്മാരുടെ കണ്ണ് കാണും എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാവ് 29:18, 35:5 ഈ വാക്യങ്ങളോട് ചേർത്ത് പഠിച്ചാൽ നമുക്ക് ആ വിഷയം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രാരംഭ സ്റ്റേജിൽ ആദ്യ 7 വാക്യങ്ങളിൽ കർത്താവ് നമ്മൾ എടുത്തു കാണിക്കുന്ന ഒരു വിഷയം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം തൻ്റെ വാക്കുകളിലും തൻ്റെ പ്രവൃത്തികളിലും കൂടെ താൻ കൃത്യമായിട്ട് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ 8-ാം വാക്യത്തിലേക്ക്, 8-ാം വാക്യം മുതൽ അടുത്ത ഒരു സെക്ഷനാണ്. 4-ാം വാക്യത്തിൽ വരുമ്പോൾ നമ്മൾ ആ വാക്യം ഓൾറെഡി വായിച്ചു. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു വിഷയം, കർത്താവ് ഇങ്ങനെ പോയപ്പോൾ കുരുടൻ അവിടെ ഇരിക്കുന്നു, ശിഷ്യന്മാർ ഒരു ചോദ്യം ചോദിച്ചാൽ ആ വഴി അങ്ങ് പോയാലും മതി. എന്നാൽ കർത്താവ് അവിടെ നിന്ന് ആ കുരുടനോടുള്ള ബന്ധത്തിൽ ഒരു ഹീലിംഗ് പ്രവൃത്തി അവിടെ ചെയ്യുവാനായിട്ടുള്ള കാരണം കർത്താവ് കൃത്യമായിട്ട് പറയുകയാണ്, പകൽ ഉള്ളിടത്തോളം എന്നെ അയച്ച പിതാവിന്റെ പ്രവൃത്തി ചെയ്യേണ്ടത് നമ്മുടെ കടമയാകുന്നു. നമ്മുടെ കടമ, എൻ്റെ കടമയാണെന്നല്ല കർത്താവ് പറയുന്നത്, നമ്മുടെ കടമ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സുവിശേഷ പ്രവർത്തന ദൗത്യത്തിലേക്ക് ശിഷ്യന്മാരെ കൂടെ കർത്താവ് അഡോപ്റ്റ് ചെയ്യുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. പകലുള്ളിടത്തോളം. എന്നിട്ട് അടുത്ത വാക്യത്തിൽ എന്താ പറയുന്നത്? ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു. നമ്മൾ അന്ത്യകാലമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ ദേശത്തോടും ഓരോ കാലഘട്ടത്തിലും ഇടപെടുന്ന പ്രത്യേക സമയമുണ്ട്. നമുക്കറിയാം, ചില സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ആളുകൾ മുമ്പോട്ട് വിശ്വാസത്തിൽ വരും, പിന്നീട് ഒരൊറ്റ വ്യക്തി പോലും വരത്തില്ല. ഇതാണ് ഈ പ്രവർത്തിച്ചു കൂടാത്ത രാത്രി എന്ന് പറഞ്ഞാൽ. ആ മൂവിങ് സ്പിരിറ്റ് മൂവിങ് ഉള്ള ആ ഒരു പീരീഡ് അത് എത്രയും ആക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവ് അത് വളരെ ശ്രദ്ധയോടെ ചെയ്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ രക്ഷാവേല അല്ലെ സുവിശേഷീകരണത്തിന്റെ ആവശ്യകതയും കർത്താവ് ഈ ആദ്യ പ്രാരംഭ വാക്യങ്ങളിൽ വെളിപ്പെടുത്തുന്നു. ഇനി അതിന്റെ 8 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ കർത്താവിന്റെ പ്രവൃത്തിയോടുള്ള ജനത്തിന്റെ പ്രതികരണം.
എല്ലാവരും യഹൂദന്മാരാണ്. ആ വിഷയം പശ്ചാത്തലം നമ്മൾ ഇരിക്കണം. അപ്പോൾ അവിടെ ഓൾറെഡി ഒരു പ്രമാണമുണ്ട്. എന്താ പ്രമാണം? 22-ാം വാക്യത്തിൽ വരുമ്പോൾ, യേശുവിനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. മുടക്ക് കൽപ്പന നമ്മുടെ ഇടയ്ക്കും ഉണ്ട് ആ സിസ്റ്റം. ഇത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന യഹൂദന്മാരുടെ ഇടയ്ക്കുന്ന പള്ളിയിലോട്ട് വന്നു. പള്ളിയിൽ നിന്ന് വന്നപ്പോൾ നമ്മൾ അതോട് കൂട്ടി ഇങ്ങോട്ട് ബ്രദറുകാരും ബന്ധുക്കോസാരും ഒക്കെ ഇങ്ങോട്ട് വന്ന് മുടക്കുന്ന ശുശ്രൂഷ, പള്ളി ഭ്രഷ്ടരാക്കുക. എന്താണ് പള്ളി ഭ്രഷ്ടത്തിന് കാരണം? യേശു ക്രിസ്തു ദൈവപുത്രനാണ് അല്ലെങ്കിൽ ക്രിസ്തുവാണ് എന്ന് അംഗീകരിക്കുന്നവരെ പള്ളിയിൽ നിന്ന് മുടക്കണം. ഓക്കെ, അത് നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ അംഗീകരിക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ കുരുടൻ കാഴ്ച പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ആളുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇത്. നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊരു രസാവഹമായിരിക്കുന്ന ഒരു അനുഭവം യോഹന്നാൻ അത് എഴുതി വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവനിട്ട് 2 കൊടുക്കാൻ പറ്റിയ അവസരമാണ്. ആർക്കിട്ട്? യേശുവിനിട്ട്. ഇവരെങ്ങനെ മുന്നേ നോക്കിയിരിക്കുകയല്ലേ, ഇവനെ എങ്ങനെ പിടിക്കണം, എവിടെ കൊണ്ട് പ്രവേശിക്കണം, എങ്ങനെ കൊല്ലണം നോക്കിയിരിക്കുമ്പോൾ യേശു കർത്താവിനെ പൂട്ടാൻ പറ്റിയ ഒരു അവസരം വന്നിരിക്കുക. എന്താ? 8-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അയൽക്കാരും അവനെ മുമ്പേ ഇരക്കുന്നവനായി കണ്ടവരും ഇവനല്ലയോ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുരുടന് കർത്താവ് ഇവൻ ശീലോഹാൻ കുളത്തിൽ പോയി കഴുകി കാഴ്ചയൊക്കെ വന്ന് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ നല്ല മിടുക്കനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവർക്കൊരു സംശയം, ഇവൻ തന്നെയല്ലേ അവൻ? അപ്പൊ ചിലർ അവനല്ല, ഇത് വേറൊരുത്തന് അല്ല, ഇവൻ തന്നെ. അവർക്ക് കൺഫ്യൂഷൻ ഒക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇവിടുത്തെ വിഷയം അയൽക്കാരും അവനെ കണ്ടവരും എന്ന് പറഞ്ഞാൽ ദേശവാസികളും. ഇതിനു മുമ്പ് അവിടെ ഇരക്കുന്നവനെ കണ്ടു എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടെ പോയവരൊക്കെ ഇവൻ അവിടെ നിന്ന് ഭിക്ഷ ആയിരിക്കുന്ന അവർ കൊടുത്തിട്ടുമുണ്ട്. ഇത് കണ്ടവർ ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എടാ, ഇവനല്ലേ അവൻ. അതിന് കാരണം എന്താ? അപ്പൊ ഇവനെ ആരോ സൗഖ്യമാക്കിയിട്ടുണ്ട്. ഈ സൗഖ്യമാക്കിയതാരാണ്? അടുത്ത ചോദ്യം അവനോട് തന്നെ കൃത്യമായിട്ട് അവർ ചോദിക്കുകയാണ്. 10-ാം വാക്യം, അവർ അവനോട് നിന്റെ കണ്ണ് തുറന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവർക്കറിയേണ്ട വിഷയം, നമുക്കറിയാം യേശു ഒരു വിവാദ പുരുഷനായിട്ട് ശുശ്രൂഷ രംഗത്ത് നിൽക്കുക. നമ്മുടെ ഇടയ്ക്കും ഉണ്ട് എന്ന് ശുശ്രൂഷകൾ വിവാദമായി നിൽക്കുന്നവർ. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നവര് ഉടനെ തെറ്റുകൾ, അതായത് സംവിധാനത്തിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നവർ വിവാദ പുരുഷന്മാരാണ്. അപ്പോൾ കർത്താവ് ഈ സംവിധാനത്തെ, യഹൂദ സംവിധാനത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് കൊണ്ട് വിവാദ പുരുഷനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവര് ചോദിക്കുകയാണ്, ആരാണ് നിന്നെ സൗഖ്യമാക്കിയത്? 11-ാം വാക്യം, യേശു എന്ന പേരുള്ള മനുഷ്യൻ ചേറുണ്ടാക്കി എൻ്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാൻ കുളത്തിൽ ചെന്ന് കഴുകുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ കൃത്യമായിട്ട് പറഞ്ഞു, യേശു എന്ന് പറയുന്ന ഒരു പുരുഷൻ, ഇവൻ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ യാതൊരു ഐഡിയയും ഈ വ്യക്തിക്കില്ല. യേശു എന്നാണ് ആ മനുഷ്യന്റെ പേരെന്ന് മാത്രം ഇദ്ദേഹത്തിന് അറിയാം. പക്ഷെ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അതിന്റെ 13-ാം വാക്യത്തിൽ വരുമ്പോൾ, 14-ാം വാക്യത്തിൽ വരുമ്പോൾ, ശബത്ത് നാളിലാണ് ഈ പ്രവൃത്തി നടന്നിരിക്കുന്നത്. യഹൂദന്മാർക്ക് കർത്താവിനെ പൂട്ടുവാനായിട്ട് ഒരു ന്യായം കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരു പ്രമാണം, ഒരു പ്രഖ്യാപനമുണ്ട്. യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം. അപ്പോൾ ഈ യേശുവിനെ പിൻപറ്റുന്ന ഈ കുരുടനും പള്ളി ഭ്രഷ്ടനാകേണ്ട വ്യക്തിയാണ്. അതിനൊരു അവസരം കിട്ടിയപ്പോൾ അയൽക്കാരും ദേശവാസികളും അതിനുള്ള വഴി തുറന്നു കൊടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇത് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയണം. ആത്മീകമായി ഉൾക്കാഴ്ച ലഭിച്ച ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ലോക സംവിധാനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇന്ന് വിശ്വാസകോളത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവവചനപ്രകാരം നാം ജീവിക്കുവാനായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു റിലീജിയസ് സിസ്റ്റം, ഒരു പാറ്റേൺ. അത് മത നേതാക്കന്മാർ വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. സൈമൺ സാർ ഇങ്ങനെ പഠിപ്പിച്ചു, എസെക്കിയേൽ സാർ ഇങ്ങനെ പഠിപ്പിച്ചു. പേര് പറയുന്നതുകൊണ്ട് ആരും എന്നോട് വിരോധം തോന്നുന്നത്, കാരണം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായതുകൊണ്ട് പറഞ്ഞതാ. സൈമൺ സാർ പഠിപ്പിച്ചത് മാത്രമാണ് ബ്രദറുകാരുടെ വേദപ്രമാണം എന്നൊരു ചിന്താധാര പഠിപ്പിച്ച് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുക. അതിലുപരിയായിട്ട് ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന സത്യങ്ങളെ എന്ത് ചെയ്യുന്നു? ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ദുരുപദേഷ്ടാവ് എന്നുള്ള മുദ്ര അങ്ങോട്ട് കുത്തും. എന്നാൽ ബെരോവയിലുള്ള വിശ്വാസികളെ പോലെ വചനം അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന ഒരു അനുഭവത്തിൽ വരുന്നില്ല എങ്കിൽ ഇവർക്ക് പറ്റിയ അതേ വിഷയം നമുക്കും പറ്റുമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്ന വിഷയം. അപ്പൊ സത്യവചനം അല്ലല്ലേ, സത്യം സംബന്ധിച്ച പ്രകാശനം, ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന 3-4 കാര്യങ്ങളെ കുറിച്ചും കൂടെ ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങളുള്ള 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നമ്മൾ ഓൾറെഡി വായിച്ചു. യഹൂദന്മാരെ ഭയപ്പെടുകൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്, അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളി ഭ്രഷ്ടനാകണം എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ കർത്താവാണ് ഈ മകന് സൗഖ്യം കൊടുത്തത് എന്ന് മാതാപിതാക്കൾക്ക് തുറന്നു പറയുവാൻ കഴിയാത്ത വിധം ഒരു ഭീതി
അവരുടെ ഇടയ്ക്കുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, മാനുഷിക ഭയം ആത്മീക സത്യങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും. അത് നമ്മുടെ സഭാ ജീവിതത്തിൽ നമ്മൾ കുറിക്കൊള്ളുന്ന ഒരു വിഷയമാണ് മാനുഷിക ഭയം. അപ്പോൾ ദൈവവചനത്തെ പിൻപറ്റുന്നതിന്, യഥാർത്ഥമായി പിൻപറ്റുന്നതിന് മനുഷ്യരെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മുന്നോട്ട് വരുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് നാമധേയ സഭകളിൽ അല്ലെങ്കിൽ സമുദായ സഭകളിലൊക്കെ അനേകർക്ക് കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് അറിയാം, വേർപാടിനെ കുറിച്ച് വേർപെട്ട് വരേണ്ട ആവശ്യകത അറിയാം. പക്ഷേ പള്ളി ഭ്രഷ്ടരാകും എന്നുള്ള പേടി നിമിത്തം അവരതിൽ തന്നെ നിൽക്കുന്നു. കൃപയെക്കുറിച്ചറിഞ്ഞിട്ട്, രക്ഷയെക്കുറിച്ചറിഞ്ഞിട്ട് അവരതിൽ തന്നെ നിൽക്കുന്നു. വേർപെട്ട ദൈവജനത്തിന് ഇടയിലും ഇതേ വിഷയമുണ്ട്. സത്യം ഉപദേശം പഠിപ്പിക്കുമ്പോൾ അത് സത്യമാണെന്ന് അറിയാവുന്ന വ്യക്തികൾ ഈ മാനുഷഭീതിയാൽ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാതെ മാറി നിൽക്കുന്ന അനുഭവം ഉണ്ടാകും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഈ കുരുടന്റെ കാഴ്ചയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഈ കാഴ്ച ലഭിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത. അപ്പൊ ഇവർക്ക് എന്നാ പ്രശ്നം പറ്റിയ, പരീശന്മാരുടെ പ്രശ്നം, ഇവര് മാനുഷിക ഭീതി കൊണ്ട് ഇവർ ഈ സത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം മതപരമായ മുൻധാരണകൾ, പ്രീ സപ്പോസിഷൻസ് ഓഫ് റിലീജിയൻ. മതപരമായ മുൻധാരണകൾ സത്യം ഗ്രഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. ആ കാര്യം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9:14 നമ്മൾ വായിച്ചത്, യേശു ചെയറുണ്ടാക്കി അവന്റെ കണ്ണ് തുറന്നത് ശബത്ത് നാളിലായിരുന്നു. ഈ ശബത്ത് നാളിൽ ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല. കർത്താവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ന്യായപ്രമാണ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുന്നോട്ട് കാലങ്ങൾ വന്നപ്പോൾ ഉമിനീര് പോലും ഇറക്കരുത് എന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങളെ യഹൂദന്മാർ ഇന്റർപ്രറ്റ് ചെയ്ത് മാറ്റി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ ഒരു കഠിനമായിരിക്കുന്ന മതസംവിധാനം മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ വന്നപ്പോൾ ഇവർക്ക് സത്യം ഗ്രഹിക്കുവാനായിട്ട് കർത്താവ് ഇതിനു മുമ്പേ വ്യക്തമായിട്ട് പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ഒരാട് കുഴിയിൽ വീണാൽ നിങ്ങൾ രക്ഷിക്കത്തില്ല എന്നൊക്കെ വെച്ചാൽ കർത്താവ് അവർക്ക് ബോധം വരുത്തക്ക നിലയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും അവരുടെ പ്രശ്നം എന്താ, ശബത്ത് നാളിൽ ഇവൻ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഇവനെ അംഗീകരിക്കുവാനായിട്ട് കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. 9:24 വരുമ്പോൾ ശബത്ത് ലംഘിക്കുന്നത് കൊണ്ട് യേശു പാപിയാണ് എന്ന് അവര് എടുത്തു പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 24-ാം വാക്യം, കുരുടനായ മനുഷ്യരെ അവർ രണ്ടാമതും വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്ക, ആ മനുഷ്യൻ പാപി എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ ശബത്ത് ലംഘിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്നുള്ള വിഷയമാണ് ഈ മതപരമായിരിക്കുന്ന മുൻധാരണകളുള്ള വ്യക്തികളുടെ പ്രത്യേകത. അപ്പൊ രണ്ട് കൂട്ടം ആളുകൾ ഓൾറെഡി സത്യത്തിൽ നിന്ന് അകലുകയാണ്. ഒന്ന്, മനുഷ്യരെ പേടിക്കുന്നവർ. രണ്ട്, മതപരമായ മുൻധാരണകളുള്ളവർ. ഇനി മൂന്നാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ, ആവശ്യത്തിന് തെളിവ് കർത്താവ് കൊടുത്തു, രക്ഷ ആവശ്യമാണ്, മനുഷ്യൻ പാപിയാണ്, ഒരു വീണ്ടെടുപ്പ് ആവശ്യമാണ് എന്നതിന് തെളിവുകൾ കൊടുത്തിട്ട് അത് അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തികൾ. മതിയായ തെളിവുകൾ ലഭിച്ചിട്ടും സത്യം അംഗീകരിക്കാൻ കഴിയാത്ത വ്യക്തികൾ. ഈ കുരുടന് കാഴ്ച ലഭിച്ചു എന്നുള്ള ചോദ്യമാണ്, വിസ്താരമാണ്. നമ്മൾ 14 മുതൽ മുമ്പോട്ട് ഏകദേശം 34 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. ഈ കുരുടന് കാഴ്ച ലഭിച്ചത് ആക്ഷരികമായി, വാസ്തവമായി കാഴ്ച ലഭിച്ചുവോ? അതിന്റെ ഒരു ക്വസ്റ്റ്യനിങ് ആണ്. ആ യഹൂദന്മാർ അതിനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ 24-ാം വാക്യം വായിച്ചതിൽ രണ്ടാമതും അവനെ വിളിച്ചു. അപ്പോൾ അതിനു മുമ്പ് പല പ്രാവശ്യം അവനായിട്ട് സംസാരിച്ചു. അപ്പൊ കുരുടൻ കാഴ്ച പ്രാപിച്ചു എന്നതിന് 3 കൂട്ടം സാക്ഷികളെ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അയൽക്കാരും ദേശവാസികളും, നമ്മൾ ഓൾറെഡി കണ്ടു 8-ാം വാക്യം. രണ്ടാമത് മാതാപിതാക്കള്. 20-ാം വാക്യത്തിൽ വരുമ്പോൾ അവന്റെ അമ്മയപ്പന്മാർ ഇവൻ ഞങ്ങളുടെ മകനെന്നും കുരുടനായി ജനിച്ചവനെന്നും ഞങ്ങൾ അറിയുന്നു, എന്നാൽ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇവൻ കുരുടനായിരുന്നു, ഇവൻ ഇപ്പൊ കണ്ണ് കാണും. ആ സാക്ഷ്യവും അവർക്ക് ലഭിച്ചു. ഇനി കാഴ്ച പ്രാപിച്ചവൻ തന്റെ സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ 4 സാക്ഷികൾ നമുക്കിവിടെ, 3 സാക്ഷ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. അയൽക്കാരും ദേശവാസികളും, മാതാപിതാക്കള്, കാഴ്ച പ്രാപിച്ചവന്റെ സ്വയ സാക്ഷ്യം. 11-ാം വാക്യം, 15-ാം വാക്യം, അവൻ 2 പ്രാവശ്യം ആദ്യം അയൽക്കാരോട് പറയുന്നു, ചേറ് കണ്ണിന്മേൽ തേച്ച് കഴുകുവാനായിട്ട് പറഞ്ഞ് കാഴ്ച പ്രാപിച്ചു. 15-ാം വാക്യത്തിൽ വരുമ്പോൾ പരീശന്മാരോട് പറയുന്നു, എൻ്റെ കണ്ണിന്മേൽ ചേർ തേച്ച് കാഴ്ച പ്രാപിച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ അതിന് 24-ാം വാക്യത്തിൽ വരുമ്പോൾ 25-ാം വാക്യം, അവൻ പാപിയോ അല്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല, ഒന്ന് അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു. അപ്പോൾ ഈ മനുഷ്യന്റെ ബോധ്യം, ഈ 3 ടെസ്റ്റിമണി, മതിയായ തെളിവുകൾ പരീശന്മാർക്ക് മുമ്പിൽ ലഭിക്കും. ഒന്ന് അയൽവാസികളോട് പറഞ്ഞു, അയൽവാസികൾ പറഞ്ഞ സാക്ഷ്യമുണ്ട്, അല്ലെ ദേശവാസികൾ പറഞ്ഞ സാക്ഷ്യം, മാതാപിതാക്കൾ പറഞ്ഞ സാക്ഷ്യം, ഇവൻ കുരുടനാണ്, ഇവന് കാഴ്ച ലഭിച്ചിട്ടുണ്ട്. അത് കൃത്യമായ തെളിവാണ്. അവൻ തന്നെ പറയുകയാണ്, ഞാൻ കുരുടനായിരുന്നു, എനിക്ക് ഇങ്ങനെയാണ് കാഴ്ച ലഭിച്ചത്. ഇത് പറഞ്ഞിട്ടും അവർക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ ദൈവിക സത്യത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്ന പ്രധാന ഘടകങ്ങളാണ് ഈ 3 കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടെ, നമ്മൾ അതിന്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ
നമ്മൾ ഓൾറെഡി വാക്യം കണ്ടു, നീ മുഴുവനും പാപത്തിൽ പിറന്നവൻ, നീ ഞങ്ങളെ ഉപദേശിക്കുന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി. ഞങ്ങളെ ഉപദേശിക്കാൻ നീ വളർന്നോ എന്നാണ് ആ ചോദ്യം. എന്ന് പറയും, ഞങ്ങൾക്കെല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം മനുഷ്യനെ രക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഇന്ന് പലരും രക്ഷയിൽ നിന്ന് അകന്നു പോകുന്നതിനുള്ള കാരണം ഇതാ. അപ്പോൾ ഈ 4 കാരണങ്ങളാലാണ് സത്യത്തിൽ നിന്ന് മനുഷ്യർ അകന്നു പോകുന്നത്. ഒന്ന്, മനുഷ്യനെ പേടി. മറ്റു മനുഷ്യർ എന്ത് വിചാരിക്കും, അവരെന്ത് ചെയ്യും, അവർ ദ്രോഹിക്കും എന്നുള്ള പേടിയിൽ നിന്ന് രക്ഷയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. 2, മതപരമായിരിക്കുന്ന മുൻധാരണകളാൽ അവർ മാറി നിൽക്കുന്നു. 3, മതിയായ തെളിവുകൾ ലഭിച്ചിട്ടും അത് അംഗീകരിക്കാതെ അവർ വീണ്ടും വീണ്ടും തെളിവുകൾക്ക് വേണ്ടി തേടി നടക്കുന്നു. നമുക്കറിയാം, ചിലരോട് എത്ര പ്രാവശ്യം സുവിശേഷം പറഞ്ഞാലും അവരുടെ സംശയങ്ങൾക്കെല്ലാം മറുപടി കൊടുത്താലും അവർക്ക് ഒരിക്കലും സത്യം അംഗീകരിക്കുവാനായിട്ട് കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. 3, അഹങ്കാരം അവർക്ക് തടസ്സമായി നിൽക്കുന്നു. ഇനി നമ്മൾ അതിന്റെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ, കർത്താവ് ഒരു വ്യക്തിയുടെ കണ്ണു തുറന്നാൽ എന്താണ് അവനിലുണ്ടാകുന്ന മാറ്റം? ഇപ്പൊ രക്ഷയുടെ ആവശ്യകതയാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിച്ചു വന്നത്. അപ്പൊ രക്ഷയുടെ ആവശ്യകത അല്ലെങ്കിൽ ആത്മീക അന്ധത മാറിപ്പോകേണ്ടത് ആവശ്യമാണ്. ആ വിഷയം പ്രധാനമായിട്ട് പറഞ്ഞു വരുമ്പോൾ, കർത്താവ് അന്ധന്റെ അടുക്കിലേക്ക് കർത്താവ് തന്നെത്താൻ വെളിച്ചമായി അല്ലെങ്കിൽ സൗഖ്യം കൊടുക്കുന്ന, കണ്ണ് തുറക്കുന്ന, കാഴ്ച കൊടുക്കുന്നവനായിട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യ ഭാഗത്ത് കണ്ടു. ഇത് അംഗീകരിക്കാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. എന്നാൽ കർത്താവ് കാഴ്ച തന്നാൽ എന്ത് സംഭവിക്കും? അതിന്റെ 11ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, ഞാൻ പോയി കഴുകി കാഴ്ച പ്രാപിച്ചു എന്ന് പറഞ്ഞു. അവൻ എവിടെയെന്ന് അവർ അവനോട് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിക്ക് ആത്മീക പ്രകാശനം, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ ഒരു വ്യക്തി രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പടിപടിയായിട്ടുള്ള പ്രോഗ്രസീവായിട്ടുള്ള ഗ്രോത്ത്, പടിപടിയായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ തിരിച്ചറിവ്, അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഇവിടെ പറയുന്ന അവന് ഒരു കാര്യം അറിയത്തുള്ളൂ. ഒന്ന്, ഞാൻ അറിയുന്നു, ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. അതാണ് അവന്റെ പ്രൈമറി ആയിട്ടുള്ള ഇൻഫർമേഷൻ. അവൻ കുരുടനായിരുന്നു, എന്നാൽ എന്ത് സംഭവിച്ചു? ഇപ്പൊ അവന് കണ്ണ് കാണാം. എന്നാൽ അവിടെ അടുത്ത പറയുന്ന വാക്യം നമ്മൾ 12ാം വാക്യത്തിൽ വായിച്ചത്, അവർ അവനോട് അവൻ എവിടെയെന്ന് ചോദിച്ചു. യേശു എന്ന പേരാണെന്ന് അവൻ അറിയാം, പക്ഷെ യേശു എവിടെയാണെന്ന് കാഴ്ച പ്രാപിച്ചു വന്ന മനുഷ്യന് പിന്നെ കാണുവാനായിട്ട് കഴിയാൻ പറയാം, അവൻ എവിടെ എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി യേശു ആരാണ് എന്ന് ഇവൻ അറിയില്ല. അപ്പൊ രക്ഷിക്കപ്പെടുന്ന ഒരു സമയത്ത് തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, യേശു രക്ഷിതാവാണ് അല്ലെങ്കിൽ സൗഖ്യം നൽകുന്നവനാണ്, രക്ഷിക്കുന്നവനാണ് എന്നുള്ള ആ പ്രാഥമിക ആശയം മാത്രമാണ് പലർക്കും അറിയത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ അന്ധന്റെ വിഷയത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദൈവശാസ്ത്രം മുഴുവൻ അറിയത്തില്ല. അവൻ പറയുന്നത് അവൻ പാപിയാണെന്ന് ഇവർ പറയുമ്പോൾ ന്യായപ്രമാണ പക്ഷേ ഇവൻ പറയുന്നത് എന്താ, അവൻ പാപിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ തിയോളജിക്കൽ ഗ്രൗണ്ട് ഒന്നും എനിക്കില്ല. എനിക്ക് ഒന്നറിയാം, ഞാൻ അന്ധനായിരുന്നു, ഞാൻ കുരുടനായിരുന്നു, എനിക്ക് കാഴ്ച ലഭിച്ചു. ഈ ഒരു പ്രാഥമിക അറിവാണ് അടിസ്ഥാനപരമായിട്ട് നമുക്കും ആവശ്യം, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ആവശ്യം. ഒന്ന്, ഞാൻ അറിയുന്നു, ഞാൻ പാപിയായിരുന്നു, ഇപ്പോൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നു. അത് പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്നു. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ ദൈവവചനം എന്ന മായമില്ലാത്ത അപ്പോൾ ശൈശവം, ദൈവരാജ്യത്തിൽ ജനിച്ച ശിശുവിന്റെ അനുഭവം ഉണ്ടാകണം എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ യേശു എന്ന് പേരുള്ളവൻ എന്ന് മാത്രമാണ് പ്രിലിമിനറി ആയിട്ട്, പ്രൈമറി ആയിട്ട് ഈ അന്ധന് മനസ്സിലായിട്ടുള്ളൂ. എന്നാൽ താൻ മുന്നോട്ട് ചിന്തിക്കുമ്പോൾ ഈ പരീശന്മാരുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് തനിക്കുണ്ടായിരിക്കുന്ന ബോധ്യം എന്താണെന്ന് 17ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ യഹൂദന്മാരുടെ ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. 17ാം വാക്യത്തിൽ ചോദിക്കുകയാണ്, അവർ പിന്നെയും കുരുടനോട് നിന്റെ കണ്ണു തുറന്നത് കൊണ്ട് നീ അവനെ കുറിച്ച് എന്ത് പറയുന്നു? ചോദ്യം വളരെ പ്രത്യേകമാണ്. നിന്റെ കണ്ണ് തുറന്നത് കൊണ്ട് നീ യേശുവിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നല്ല ചോദ്യം. നിന്റെ കണ്ണു തുറന്ന യേശുവിനെ കുറിച്ച് നിനക്ക് എന്ത് പറയുവാനായിട്ടുണ്ട്? ഇത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യം. നമ്മളോടൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ പിൻപറ്റുന്ന, നമ്മൾ രക്ഷിതാവായി കാണുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് എന്ത് പറയുവാനായിട്ടുണ്ട് എന്നൊരു ചോദ്യം വന്നാൽ ആ ബോധ്യം, അപ്പോൾ ഈ യേശു എന്ന മനുഷ്യൻ, യേശു എന്ന ഒരു പുരുഷൻ എന്നുള്ള വിഷയത്തിൽ നിന്ന് ഒരു പടി കൂടി ഈ അന്ധനായിരുന്ന വ്യക്തി, ഇദ്ദേഹം മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു.
അല്ലെ അങ്ങനെ പറയുന്നത്? അവൻ ഒരു പ്രവാചകൻ എന്ന് അവൻ പറഞ്ഞു. യേശു പ്രവാചകനാണെന്ന് ഒരു ഇൻഫർമേഷൻ ഇതിനു മുമ്പില്ല. എന്നാൽ യേശു കർത്താവ് ആ ചോദ്യം ക്ലിയർ ആയിരുന്നു, നിനക്ക് സൗഖ്യം തന്ന വ്യക്തി ആരാണ്? അപ്പോൾ ഇവൻ ഒരു യഹൂദനായിരിക്കുന്ന ഇവന് പഴയ നിയമകാലത്ത് പ്രവാചകന്മാർ രോഗത്തിന് സൗഖ്യം കൊടുക്കുന്നതും ആഹാരം കരുതുന്നതും വെള്ളം കൊടുക്കുന്നതുമായിരിക്കുന്ന അനേക പ്രവൃത്തികളെ കുറിച്ചുള്ള ആ ചരിത്ര ഓർമ്മ ഉള്ളതുകൊണ്ട് അവൻ പറയുകയാണ്, സ്വാഭാവികമായിട്ടും എൻ്റെ കണ്ണിന് കാഴ്ച തന്ന മനുഷ്യൻ ഒരു പ്രവാചകനാണ്. യേശു എന്നാണ് ആ വ്യക്തിയുടെ പേര്. അദ്ദേഹം ഒരു പ്രവാചകനാണ്. പിന്നീട് സംസാരം മുന്നോട്ട് വന്ന് ഇവര് സംസാരിച്ചു വന്നു കഴിയുമ്പോൾ ഈ കുരുടനും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. 27-ാം വാക്യത്തിൽ വന്നപ്പോൾ 26-ാം വാക്യം, അവൻ നിനക്ക് എന്ത് ചെയ്തു? നിന്റെ കണ്ണ് എങ്ങനെ തുറന്നു എന്ന് ചോദിച്ചു. അതിനവൻ, ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല. വീണ്ടും കേൾക്കാൻ ഇച്ഛിക്കുന്നത് എന്ത്? നിങ്ങൾക്കും അവന്റെ ശിഷ്യന്മാരാകുവാൻ മനസ്സുണ്ടോ? ഈ വാക്യമൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ള, നമ്മൾ അതിൽ നിന്ന് അതിനകത്ത് പോയിന്റ് ഇങ്ങനെ പെറുക്കിയെടുക്കുകയാണ്. യേശു കർത്താവ് ഗുരുവാണ് എന്ന് അവൻ മനസ്സിലാക്കി. അപ്പോൾ ഇവൻ നിങ്ങൾക്കും പിൻപറ്റുവാൻ ആവശ്യമുണ്ടോ എന്ന് ഇവൻ ചോദിക്കാൻ കാരണം എന്താ? ഓൾറെഡി ഈ കാഴ്ച കൊടുത്ത കാരണത്താൽ ഇവൻ ഉള്ളുകൊണ്ട് യേശുവിന്റെ ശിഷ്യനായി തീർന്നു. പക്ഷെ യേശു ആരാന്ന് ഇവൻ അറിയില്ല, ദൈവപുത്രനാണെന്നോ ദൈവമാണോ ഒന്നും ഇവൻ അറിയില്ല. ഇവന് സൗഖ്യം തന്ന ഒരു പ്രവാചകനാണ് യേശു. ആ യേശുവിനെ ഹൃദയത്തിൽ അവൻ ഗുരുവായിട്ട് പ്രതിഷ്ഠിച്ചു. ആ യേശുവിന്റെ ശിഷ്യനായിട്ട് അവൻ തന്നെ നിങ്ങൾക്കും ഇവന്റെ ശിഷ്യന്മാരാകുവാനായിട്ട് മനസ്സുണ്ടോ? അപ്പോൾ ആ ഒരു പ്രോഗ്രസീവ് അണ്ടർസ്റ്റാൻഡിങ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നിട്ട്, ഒന്നാമതായിട്ട് പേര് മാത്രമേ അറിഞ്ഞുള്ളൂ, രണ്ടാമതായിട്ട് പ്രവൃത്തി കൊണ്ട് ഒരു പ്രവാചകനായിട്ട് മനസ്സിലാക്കി, ആ പ്രവൃത്തിയുടെ ഫലം ജീവിതത്തിൽ ഉണ്ടായപ്പോൾ തന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചു. 38-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ കർത്താവ് തന്നെ ഇവന് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ അവന്റെ സമർപ്പണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. 38-ാം വാക്യം. 35-ാം വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? അതാരാണ്? യജമാനനെ, ഈ ദൈവപുത്രൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് 37-ാം വാക്യത്തിൽ പറയുകയാണ്, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. അവന്റെ ജീവിതത്തിൽ ശരിയാണ്. നമുക്കറിയാം, ഒരു രക്ഷയിൽ പടിപടിയായിട്ട് കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, നമ്മൾ പറയുന്നുണ്ട് ക്രിസ്തു എന്ന തലയോളം അല്ല രക്ഷയുടെ പരിജ്ഞാനത്തിൽ വളർന്നു വരിക എന്ന്. നമ്മൾ പലപ്പോഴും ഈ പ്രിലിമിനറി സ്റ്റേജിൽ നിൽക്കുക, യേശു രക്ഷിതാവാണ്, മരിച്ചാൽ സ്വർഗത്തിൽ പോകും, രക്ഷ ഭദ്രമാണ്, ഇത്രയാണ് നമ്മുടെ വിശ്വാസ ജീവിതം. എന്നാൽ ഈ അന്ധന്റെ ജീവിതത്തിൽ ഇവൻ മുന്നോട്ട് കടന്നു വന്ന യാത്രയിൽ അവസാനമായിട്ട് കർത്താവ് അവന്റെ മുമ്പിൽ ഞാനാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രണ്ട് ആശയങ്ങൾ, ഒന്ന് വിശ്വാസവും രണ്ട് വിധേയത്വവും. അവനെ സമ്പൂർണ്ണമായി അവൻ കർത്താവിന്റെ സന്നിധിയിൽ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കർത്താവിന് വേണ്ടി തന്നെ അവൻ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. ഇതിന്റെ റിഫ്ലക്ഷനാണ് നമ്മൾ 28-ാം വാക്യത്തിൽ കണ്ടത്, നിനക്കും അവരുടെ ശിഷ്യന്മാരാകുവാനായിട്ട് മനസ്സുണ്ടോ? ഇനി അങ്ങനെ ഒരു ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ 3 കാര്യങ്ങൾ സുവിശേഷമായിട്ട് വിശ്വാസത്തിന്റെ സാക്ഷ്യമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 3 സാക്ഷ്യങ്ങൾ. 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്റെ കണ്ണ് തുറന്നിട്ടും അവൻ എവിടെ നിന്ന് എന്ന് നിങ്ങൾ അറിയാത്തത് ആശ്ചര്യം. നമ്മൾ ആ സിറ്റുവേഷൻ ഒന്ന് ശരിക്കൊന്ന് നമ്മുടെ മുന്നിലൊന്ന് ഏൽപ്പിച്ചു വെച്ചാൽ നമുക്ക് അതിന്റെ ആശയം മനസ്സിലാകും. ഇത്രയും കാലം ഭിക്ഷ യാചിച്ച് അവിടുന്ന് ഒരു മനുഷ്യൻ, ഒരു വ്യക്തിക്കും അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ കണ്ണു തുറന്നിട്ടും അവനാരെന്ന് നിങ്ങൾ അറിയാത്തത് എനിക്ക് ആശ്ചര്യം. എന്താ കാരണം? പഴയ നിയമത്തിൽ ദൈവമാണ് അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കുന്നത് എന്നുള്ള കൃത്യമായ അരുളപ്പാട് വായിച്ച് കേട്ടിട്ടുണ്ട്. അടുത്ത വാക്യം വായിക്കുമ്പോൾ നമുക്ക് 31-ാം വാക്യം എന്താ പറയുന്നത്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്ന അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ ഇവനും കൂടെ ഉൾപ്പെടെയാണ് പരീശന്മാരോട് സംസാരിക്കുന്നത്. പാപികളുടെ പ്രാർത്ഥന, ഇവിടെ യേശു കർത്താവ് പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ ദൈവത്തിനല്ലാതെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയില്ല. പിറവിയിലെ അന്ധനായിരിക്കുന്ന എനിക്ക് കാഴ്ച തരണമെങ്കിൽ ദൈവമല്ലാത്ത ഒരു വ്യക്തിക്ക് സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നില്ല? അതാണ് ഒന്നാമത്തെ ടെസ്റ്റിമണി. എൻ്റെ ജീവിതത്തിലെ മാറ്റം കണ്ടിട്ടും ക്രിസ്തുവാണ് രക്ഷിതാവെന്ന് നിങ്ങൾ അംഗീകരിക്കാത്തത്, മനസ്സിലാക്കാത്തത് എന്ത്? 31-ാം വാക്യം, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്ന എന്ന് പറഞ്ഞാൽ അവൻ പാപിയല്ല. ഇവര് പറഞ്ഞത് എന്താ? 25-ാം വാക്യത്തിൽ അവൻ മുഴുവനും പാപിയാണ്, അവൻ പാപിയാണെന്ന് ഞങ്ങൾ അറിയുന്നു. പക്ഷെ ഇവിടെ 31-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവം ഒരുവന്റെ പ്രവൃത്തി കൊണ്ട്, നമുക്കറിയാം
ചേറ് കുഴച്ച് ഇവന്റെ കണ്ണിൽ തേച്ചത് യേശുവാണ്. യേശുവിനെ ഒരു മനുഷ്യനായിട്ട് ഇവൻ ആദ്യം കണ്ടു. എന്നിട്ട് ഇവൻ പറയുന്ന പോയിന്റ് ഓഫ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, കേവലം ഒരു മനുഷ്യനായിരുന്നുവെങ്കിൽ, അവൻ പാപിയായിരുന്നുവെങ്കിൽ അവന്റെ ആ പ്രവൃത്തി കൊണ്ട് എനിക്ക് പരിഹാരം ഉണ്ടാകുകയില്ലായിരുന്നു. അവൻ പാപിയല്ല എന്ന് കൃത്യമായിട്ട് സാക്ഷിച്ചു. നമ്മുടെ കർത്താവിനെ കുറിച്ച് ഇങ്ങനെ സാക്ഷിക്കുവാനായിട്ടുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ടത് ആവശ്യമാണ്. 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് ആ വ്യക്തി പറയുകയാണ്, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനല്ലെങ്കിൽ അവന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഈ ഒന്നും എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തിയും കുറിച്ചല്ല, അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റത്തെക്കുറിച്ച് അവൻ പറയുന്നത്. അവന്റെ ജീവിതത്തിൽ ഈ ഒരു പരിഹാരം വരുത്തുവാൻ ദൈവത്തിനല്ലാതെ സാധിക്കുകയില്ല. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജനത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? അവനെ പുറത്താക്കി, അല്ലെ? നീ ഞങ്ങളെ ഉപദേശിക്കുവാൻ വളർന്നുവോ എന്ന് പറഞ്ഞ് അവനെ പുറത്താക്കി കളഞ്ഞു, എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ആരൊക്കെയാ? അയൽവക്കക്കാരുണ്ട്, ദേശവാസികളുണ്ട്, പരീശന്മാരുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് അവന്റെ ഗ്രാമത്തിൽ നിന്ന് അവനെ പുറത്താക്കി. അങ്ങനെ അവൻ ഐസൊലേറ്റഡ് ആയി. കർത്താവ് ഒരനുഗ്രഹം കൊടുത്തു. കർത്താവിൽ അവൻ വെളിച്ചം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഭ്രഷ്ടനായി. അങ്ങനെ ഭ്രഷ്ടരാകുമ്പോൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് 35-ാം വാക്യം പറയുന്നത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ പലരും, എല്ലാവരും ആയിരിക്കണമെന്നില്ല, ചിലരൊക്കെ വിശ്വാസ കുടുംബത്തിൽ വന്നുകൊണ്ട് അത്ര പ്രശ്നമില്ല. പക്ഷെ ആദ്യമായിട്ടൊക്കെ വിശ്വാസത്തിലോട്ട് വരുന്ന ഒരു വീട്ടിൽ നിന്ന് ഇറക്കിയൊക്കെ വിടുന്ന അനുഭവമുണ്ട്. അതിന് കർത്താവ് 35-ാം വാക്യത്തിൽ കൃത്യമായി യോഹന്നാൻ വിഷയം കൊണ്ടുവരും. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു, അവനെ അന്വേഷിച്ചു. അവിടെ വായിക്കുന്നത് അവനെ കണ്ടപ്പോൾ. യോഹന്നാൻ അതിന്റെ ഇടയ്ക്കത്തെ അന്വേഷിച്ചു പോയെന്നുള്ള വാക്കങ്ങ് വിട്ടതാണ്. ഇവനെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞപ്പോൾ യേശു അവനെ തേടി കണ്ടെത്തി. എന്നിട്ട് അവനോട് ചോദിക്കുക, നീ ദൈവപുത്രനിൽ വാസ്തവമായി വിശ്വസിക്കുന്നു? ഇതുവരെ, അതായത് ഈ രംഗം വരെ, 35-ാം വാക്യത്തിൽ കാണുന്ന സന്ദർഭം വരെ ഇവനെ സംബന്ധിച്ച് യേശു എന്ന് പറയുന്നത് സ്വാഭാവിക മനുഷ്യനാണ്, ഒരു പ്രവാചകനാണ്, ഇത്രയും കാര്യങ്ങളെ അവനുള്ള നല്ല ഗുരുവാണ്. ഈ 3 കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തിക്ക് അറിയത്തുള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവന്റെ ഉൾക്കാഴ്ചയിൽ, അവന്റെ ഹൃദയത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാട് കൂടി രൂപപ്പെടുകയാണ്. യേശു ക്രിസ്തു ഒരു പ്രവാചകനോ ഒരു ഗുരുവോ ഒരു മനുഷ്യനോ എന്നതിലുപരി യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ആ യാഥാർത്ഥ്യം കർത്താവ് അവന് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അവൻ എന്താ പറയുന്നത്? അവൻ പൂർണ്ണമായി വിശ്വസിച്ച് ആശ്രയിക്കുവാനായിട്ട് ഇടയായി. പിന്നെ അതിന് കർത്താവ് അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയുന്നതാണ് 39-ാം വാക്യം. 40-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവനോട് കൂടെയുള്ള ചില പരീശന്മാർ ഇത് കേട്ടിട്ട് ഞങ്ങളും കുരുടരോ എന്ന് ചോദിച്ചു. അപ്പൊ ഈ പരീശന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ്. വിശ്വാസികളായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോൾ ഈ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? എനിക്ക് ഓക്കെയാണ് എന്നുള്ള ചിന്ത വന്നാൽ ദൈവത്തിന് പിന്നെ അവിടെ ഒന്നും പ്രത്യേകിച്ച് പ്രവർത്തിക്കാനായിട്ടില്ല. എന്നാൽ എനിക്കൊന്നും അറിയില്ല, ഞാൻ empty ആണ്, ഞാൻ ആത്മീയ വിഷയങ്ങൾ മന്ദത അല്ലെങ്കിൽ അന്ധകാരമുള്ളവനാണ് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? 41-ാം വാക്യം കർത്താവ് കൃത്യമാക്കുക, നിങ്ങൾ കുരുടരായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു. നിങ്ങൾ വാസ്തവത്തിൽ കുരുടരായിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടായേനെ. പക്ഷെ നിങ്ങൾ കുരുടരല്ലാത്തത് കൊണ്ട്, ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിന്റെ ആത്യന്തിക റിസൾട്ട് എന്ന് പറയുന്നത്. ഈ യോഹന്നാൻ ഈ വിഷയം പറഞ്ഞു കൊണ്ടുവരുന്നത് ഭൗതികമായിട്ട്, ശാരീരികമായിട്ട് അന്ധനായിരുന്ന ആ വ്യക്തിയെ കർത്താവ് സൗഖ്യം കൊടുത്ത് അവനെ ആത്മീക അന്ധതയിൽ നിന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹീത നിമിഷം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് 3 കാര്യങ്ങൾ ഇവിടെ ഈ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ചെയ്തു. ഒരു വിശ്വാസിയെ കർത്താവ് തേടി ചെല്ലുന്നു, 35-ാം വാക്യം. തന്നെത്താൻ വെളിപ്പെടുത്തുന്നു, 37-ാം വാക്യം. അതിന്റെ രണ്ടിന്റെ റിസൾട്ട് ആയിട്ട് ആ വ്യക്തി വിശ്വസിച്ച് വിധേയപ്പെട്ടു. ഇതാണ് രക്ഷയിലെ 3 പ്രധാന ഘടകങ്ങൾ. ഒന്ന്, കർത്താവ് പാപിയെ തേടി ഭൂമിയിലേക്ക് വന്നു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, ഈ അന്ധനായ വ്യക്തിയെ ഒരു പാപിയായി നമ്മുടെ അടുത്ത് കാണിക്കുന്നു, പാപിയുടെ ചിത്രമായിട്ട്. അദ്ദേഹം പാപിയാണ്, ആത്മീകമായും ശാരീരികമായും അന്ധകാരത്തിൽ, ദൈവിക വിഷയത്തിൽ അന്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ ദൈവത്തിന്റെ പ്രകാശം കണ്ടില്ല. എന്നാൽ അവൻ കർത്താവിനെ അന്വേഷിക്കാതെ തന്നെ കർത്താവ് അവനെ അന്വേഷിച്ചു വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? അവൻ കൊടുത്ത സൗഖ്യത്തെ അവൻ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ടു. അവൻ പുറത്താക്കപ്പെട്ടപ്പോൾ കർത്താവ് അവനെ തേടി ചെന്നു, താൻ ആരാണെന്ന് കൃത്യമായിട്ട് വെളിപ്പെടുത്തി. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അവൻ തന്നെത്താൻ കർത്താവിന് വിധേയപ്പെടുത്തി. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ കർത്താവിൽ നമ്മൾ എത്രത്തോളം കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി വിധേയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഈ ബോധ്യം വ്യക്തിപരമാണ് എന്ന് പറഞ്ഞാൽ വ്യക്തിയാധിഷ്ഠിതം. ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്.
അവരുടെ കർത്താവിനെ കുറിച്ച് ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നതിന്റെ അളവുകളിൽ വ്യത്യാസമുണ്ട്. ആ അളവിനനുസരിച്ച് അവരുടെ സമർപ്പണത്തിലും ജീവിതത്തിലും വ്യത്യാസമുണ്ടാകും. അപ്പോൾ നമ്മുടെ ജീവിതം ഏത് തലത്തിലാണ് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പരീശന്മാർക്ക് പറ്റിയതുപോലെ ഞങ്ങൾക്കെല്ലാം അറിയാം. ഈ ന്യായപ്രമാണത്തില് ശബത്ത് നാളില് ഇത് ചെയ്താണ് വലിയ അകൃത്യം എന്നുള്ള നിലയിൽ ചിന്തിച്ച് മതപരമായിരിക്കുന്ന റിലീജിയസ് ആയിട്ടുള്ള പ്രീ സപ്പോസിഷൻസിന്റെ പിന്നാലെ പോയാൽ കർത്താവ് അവസാനം പറയുന്നത്, നിങ്ങൾ കുരുടന്മാരായിരുന്നു, നിങ്ങൾക്കൊന്ന് സൗഖ്യം തരാമെന്ന്. പക്ഷെ ഞങ്ങൾ കാണുന്നു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക്, ഹൃദയകാഠിന്യത്തിലേക്ക് പോകാതിരിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ. ദൈവവചനത്തെ നമുക്ക് ലഭിച്ച രക്ഷയുടെ മഹത്വം അത് മനസ്സിലാക്കി. ഈ കുരുടൻ അത് മനസ്സിലാക്കി. അവന് പ്രോഗ്രസീവായിട്ടാണ് അവൻ വളർന്നു വന്നത്. അവൻ യേശുവിനെ മനുഷ്യനായിട്ട് കണ്ടു, പ്രവാചകനായിട്ട് കണ്ടു, ഗുരുവായിട്ട് അംഗീകരിച്ചു. പക്ഷേ വാസ്തവത്തിൽ അവൻ ദൈവപുത്രനാണ് എന്ന് അവന് മനസ്സിലായത് കർത്താവ് അവനത് വെളിപ്പെടുത്തിപ്പെടാം. ആ ഒരു വെളിപ്പാട് കിട്ടിയപ്പോൾ അവൻ പൂർണ്ണമായും വിജയപ്പെടും. എന്നാൽ അവന്റെ മാതാപിതാക്കള് ഈ രണ്ട് ചിത്രം മുന്നിൽ നിൽക്കുക. അവന്റെ അമ്മയപ്പന്മാർ പരീശന്മാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ, നിങ്ങളുടെ മകൻ എങ്ങനെ സൗഖ്യം ലഭിച്ചു? അവര് സ്വന്തം പ്രാണനെ പേടിച്ച്, അവന് പ്രായമുണ്ടല്ലോ, നിങ്ങൾ അവരോട് ചോദിപ്പിനെന്ന് പറഞ്ഞു. കാരണം എന്താ? 22-ാം വാക്യം, അവനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുന്നവൻ പള്ളി ഭ്രഷ്ടനാകണമെന്നൊരു കൽപ്പനയുണ്ടായിരുന്നു. ഇതെല്ലാ സമൂഹങ്ങളിലും ഉള്ള ഒരു കൽപ്പനയാണ്. ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന വ്യക്തികൾ വരുമ്പോൾ അവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന രംഗമുണ്ട്. എന്നാൽ ആ ഭ്രഷ്ടിനെ പേടിച്ച് നിൽക്കാതെ കർത്താവിനെ ഭയപ്പെടുന്ന അനുഭവത്തിൽ നിൽക്കുമ്പോൾ അന്ധന് കാഴ്ച കിട്ടി, പിന്നെ അവന് ഭയപ്പെടാമായിരുന്നു. പക്ഷെ അവനൊട്ടും ഭയപ്പെട്ടില്ല. കാരണം അവന് ലഭിച്ച ആത്മീക വെളിച്ചവും ശാരീരിക വെളിച്ചവും അവന്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറന്നു. അവൻ കർത്താവിനെ കണ്ടു, കർത്താവിനെ ഗുരുവായിട്ട് സ്വീകരിച്ച് പിന്തുടരുവാനായിട്ട് ഇടയായി. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കർത്താവിനെ അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.